പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിൽ. ബോംബെ IITയിൽ നിന്നും M.Techന് ശേഷം തൻ്റെ വിളി ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഈശോ സഭയിൽ ചേർന്ന ഈ യുവാവിനെ, ഫാദർ റോജസിനെ നമുക്ക് പരിചയപ്പെടാം. അച്ഛൻ്റെ പൗരോഹിത്യ യാത്രയെക്കുറിച്ച് അല്ലെങ്കിൽ സന്യാസ പൗരോഹിത്യ യാത്രയെക്കുറിച്ച് അച്ഛനൊന്ന് വിവരിക്കാമോ? അച്ഛൻ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ദൈവവിളിയുടെ ഉറവിടം ദൈവം തന്നെയാണ് എന്നുള്ളതാണ്. ദൈവം വിളിച്ചാലല്ലാതെ ആർക്കും ഈ ഒരു വിളി, പൗരോഹിത്യമോ, പലതരത്തിലുള്ള വിളികളുണ്ട്, പൗരോഹിത്യമോ സന്യാസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിളിയാണെങ്കിലും ദൈവം വിളിച്ചെങ്കിൽ മാത്രമേ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാരല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല എന്ന് യേശു പറഞ്ഞതുപോലെ. അപ്പോൾ ദൈവമാണ് വിളിച്ചത്. അത് പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും നോക്കാതെയാണ്, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടോ ക്വാളിഫിക്കേഷനോ നോക്കാതെയാണ് ദൈവം വിളിച്ചത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ജീവിതത്തിൽ അത് സംഭവിച്ചത്, ദൈവവിളി പല രീതിയിൽ ദൈവം ഇടപെട്ടു. ചെറുപ്പം മുതൽ ഏറ്റവും തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ മമ്മി, ഞാൻ തീരെ കുഞ്ഞായിരുന്നപ്പോൾ, എനിക്കൊരു 2 വയസ്സുള്ള കാലഘട്ടത്തിലൊക്കെ കഥകളായി എന്നോട് പറഞ്ഞു തന്നിരുന്നത് ബൈബിളിലെ സുവിശേഷങ്ങളിലെ കഥകളായിരുന്നു. അപ്പോൾ എനിക്കൊരു 3 വയസ്സുള്ളപ്പോൾ തന്നെ സുവിശേഷത്തിലെ കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഡാഡയും, എൻ്റെ ഫാദറിനെയും ഡാഡ എന്നാണ് വിളിക്കുന്നത്, ഡാഡയും ഇതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു തീരെ ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ആ ഒരു കഥകൾ എന്നെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരു പ്രത്യേകിച്ച് അച്ഛനാവണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലോ +2 കാലഘട്ടത്തിലോ ഒക്കെ ഇപ്പോൾ സാധാരണ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തി എന്നുള്ളത് അല്ലാണ്ട്, അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള സാധാരണ ആഗ്രഹങ്ങളുള്ള, പഠിക്കണം, നല്ല ജോലി വേണം, അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തി എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ദൈവവിളിയെക്കുറിച്ച് എനിക്ക് യാതൊരു ആകർഷണവും ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പ്രത്യേകമായി സംഭവിച്ച ഒരു കാര്യം, ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, ഈ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചുള്ള ഈ നിക്കോസ് കസിൻസക്കീസിൻ്റെ നോവല് വായിക്കാനിടയായി. അത് എന്നെ ഫ്രാൻസിസ് അസീസിയിലേക്ക് ഒത്തിരിയേറെ ആകർഷിച്ചു. അപ്പം ഞാൻ മനസ്സിനുള്ളിൽ ഇങ്ങനെ പറയുമായിരുന്നു, അതായത് ഞാൻ അച്ഛനൊന്നും ആകാൻ പോകുന്നില്ല, പക്ഷേ എങ്ങാനും അച്ഛനാകാൻ പോയി കഴിഞ്ഞാൽ ഞാനൊരു കപ്പൂച്ചിൻ അച്ഛനെ ആകുകയുള്ളൂ എന്നൊക്കെ അന്ന് ഞാൻ മനസ്സിലിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്കൂൾ കാലഘട്ടം, +2 കാലഘട്ടമൊക്കെ കഴിഞ്ഞ് എനിക്ക് വിശുദ്ധ കുർബാനയോട് കൂടുതൽ സ്നേഹം തോന്നിയതൊക്കെ എനിക്കൊരു 17 വയസ്സൊക്കെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്കൊരു ക്രിസ്ത്യാനികരണത്തിൻ്റെ ഒരു കോപ്പി, മലയാളം കോപ്പി കിട്ടാനിടയായി. അപ്പോൾ ക്രിസ്ത്യാനികരണം വായിച്ചു. അതെന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു ആ ഒരു കാലഘട്ടത്തിൽ. വളരെ പ്രത്യേകമായി ഒരിക്കലൊരു ഡിവൈൻ വോയിസിൽ നിന്നൊരു വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി. അന്ന് എനിക്ക് എൻജിനീയറിംഗ് ഫസ്റ്റ് ഇയറാണ്. അപ്പോൾ അത് വായിച്ചതിന് പിറ്റേ ദിവസം മുതൽ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, അതായത് മറ്റാരും പറയാതെ തന്നെ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു 18ാമത്തെ വയസ്സ് മുതൽ ശക്തമായി എൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മുതൽ പള്ളിയിൽ റെഗുലറായിട്ട് പോകാൻ തുടങ്ങി. കുമ്പസാരമൊക്കെ വളരെ റെഗുലറായി, മറ്റാരും പറയാതെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു 18 വയസ്സ് മുതലുള്ള ഒരു 25 വയസ്സ് വരെയുള്ള ഒരു ജീവിതം അങ്ങനെ അങ്ങ് ആത്മീയമായ ആ ഒരു രീതിയിലായിരുന്നു.
എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ എനിക്ക് എന്ത് കിട്ടണം എന്നുള്ളതിനെക്കുറിച്ച് തന്നെയായിരുന്നു. എൻ്റെ കരിയർ അല്ലെങ്കിൽ ജോലി, അത് കഴിഞ്ഞുള്ള കുടുംബം, ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ, ഇതൊക്കെ ആയിട്ടായിരുന്നു ജീവിതം. 25-ാമത്തെ വയസ്സിലാണ് ഞാൻ എംടെക് പഠനത്തിന് ബോംബെ IIT എത്തിയത്. അപ്പോൾ അത് ജീവിതത്തിലെ ഒരു വലിയൊരു നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ വളരെ സന്തോഷം തോന്നിയ ഒരു കാലഘട്ടം, ദൈവം ഇടപെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ബോംബെ IIT എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഞാൻ എയ്റോസ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിന് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലുള്ള ഹോളി ട്രിനിറ്റി ദേവാലയം. അപ്പോൾ അത് ഒരു 16-ാം നൂറ്റാണ്ടിൽ 1557 ഈശോ സഭക്കാർ തുടങ്ങിയ ഒരു ദേവാലയമാണ്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പുതിയൊരു പള്ളിയാണ് അവിടെ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഞാൻ അവിടെയാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിനടുത്ത് ഒരു ആരാധനാ ചാപ്പലുണ്ടായിരുന്നു. അപ്പോൾ ആ ചാപ്പലിൽ ഞാൻ എല്ലാ ദിവസവും പോയി കുർബാന കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉള്ളിലിങ്ങനെ ജ്വലിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ എംടെക് പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ജർമ്മനിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ ധാരാളം യാത്ര ചെയ്തു. അപ്പോൾ യാത്ര ചെയ്ത സമയങ്ങളിലെല്ലാം കുറേ രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തു. ചെന്നിടത്തൊക്കെ ഞാൻ എല്ലാ ദിവസവും അവിടുത്തെ പഴയ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലിക്കായിട്ട് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ദേവാലയങ്ങളും അല്ലെങ്കിൽ വളരെ പ്രായമുള്ള ആളുകൾ മാത്രം പള്ളിയിൽ വരുന്നു. ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന പള്ളികളിൽ അച്ഛന്മാരിങ്ങനെ മാറി മാറി, ഒരേ അച്ഛൻ തന്നെ മാറി മാറി കുർബാനയിൽ വരുന്നു, കുറേ പഴയ ദേവാലയങ്ങളിൽ, കാരണം അച്ഛന്മാർ ആവശ്യത്തിനില്ല. അപ്പോൾ ആ കാലഘട്ടങ്ങളിലാണ് വളരെ തീക്ഷ്ണമായി പൗരോഹിത്യത്തെക്കുറിച്ച് എനിക്ക് എന്തുകൊണ്ട് ഒരു പുരോഹിതനായിക്കൂടാ എന്ന് പറയുന്ന ഒരു ചിന്ത വളരെ ശക്തമായി തീവ്രമായി വന്നു തുടങ്ങിയത്. ഞാൻ ബോംബെക്ക് പോകുന്നത് വളരെ കൃത്യമായ ചില ആഗ്രഹങ്ങൾ കൂടിയാണ്. ഇത് എംടെക് കഴിഞ്ഞ ഉടനെ റിസർച്ചിന് കണ്ടിന്യൂ ചെയ്യണം, അതുപോലെ തന്നെ വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ പദ്ധതികളൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ അവിടെ ആ ഒരു 2 വർഷത്തിനുള്ളിൽ ദൈവം വളരെ ശക്തമായി ഇടപെട്ട് ഞാൻ എന്തിനു വേണ്ടിയാണോ അങ്ങോട്ട് പോയത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഡയറക്ഷനിലേക്ക് വഴി തിരിച്ചു വിട്ടു എന്നാകും പറയുന്നതായിരിക്കും നല്ലത്. അച്ഛൻ്റെ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ദ്വീപിലർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ദിവസത്തെ കാണുന്നത്? അച്ഛനെ പോലെ തന്നെ ഞാനൊരു സന്യാസ വൈദികനാണ്, ഈശോസഭയിലെ അംഗമാണ്. അപ്പം അതിനകത്തൊരു സന്യാസവും പൗരോഹിത്യമുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായി കൂടുതലൊരു സന്തോഷം തോന്നുന്നത് അതിനകത്തൊരു പൗരോഹിത്യത്തിൻ്റെ എലമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ഞാൻ എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടറെ, ആദ്യമായി ഈശോസഭയിലെ വൊക്കേഷൻ പ്രൊമോട്ടറെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാണ് ഈശോസഭയിൽ വരുന്നത്? അപ്പം ഞാൻ ഉത്തരം വളരെ ക്ലിയർ ആയിരുന്നു. ഒന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കണം, പിന്നെ കുമ്പസാരത്തിലൂടെ ആത്മാക്കളെ സ്വതന്ത്രരാക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പം അതിൽ വിശുദ്ധ കുർബാന എന്നുള്ള ഒരു സ്വപ്നത്തിൽ കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ സന്യാസ ജീവിതവും ഈ പൗരോഹിത്യത്തിൻ്റെ പരിശീലനവും എല്ലാം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പട്ടത്തിൻ്റെ തലേദിവസമായപ്പോൾ ഒരു ഭയമുണ്ടായിരുന്നു. അതായത് എനിക്ക് നാളെ കുർബാന ചെല്ലാൻ പറ്റുമോ? കുർബാനയുടെ സമയത്ത് മുഴുവൻ ഞാൻ കരച്ചിലാണെങ്കിൽ എനിക്ക് ഒന്നും ചെല്ലാൻ പറ്റില്ലെങ്കിൽ കൂദാശവചനങ്ങൾ ചെല്ലുന്ന സമയത്ത് കരച്ചിൽ വരുമോ എന്നൊക്കെയുള്ള ഭയമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം വളരെ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിരുന്നു, ദൈവകൃപയുടെ ദിവസമായിരുന്നു. കാരണം ദൈവം എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിച്ചു. പക്ഷേ ഈ പട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ ഒരുക്കങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ അച്ഛൻ എന്തെങ്കിലും ഒരു മാനസികവും ശാരീരികവുമായിട്ട് ആത്മീയമായിട്ടൊക്കെ ഒരുങ്ങിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അപ്പോൾ പ്രധാനമായിട്ടും ഉള്ള ഒരു ഒരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നീടുള്ള പ്രാർത്ഥനകളും വായനകളും എല്ലാം സുവിശേഷത്തെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു. മറ്റൊന്നും വായിച്ചില്ല, മറ്റൊരു പുസ്തകങ്ങളും വായിച്ചില്ല, മറ്റൊരു ധ്യാനങ്ങളും നടത്തിയില്ല. സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ യോഹന്നാൻ്റെ സുവിശേഷം വരെ അത് വളരെ ശ്രദ്ധാപൂർവം വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളതായിരുന്നു പട്ടത്തിന് വേണ്ടിയുള്ള ഒരു പ്രധാന ഒരുക്കം. പിന്നെ നമ്മുടെ സാധാരണ പട്ട സ്വീകരണത്തിന് ഉള്ള പോലെ ധ്യാനങ്ങളും പല മാറി നിന്നുള്ള ഒരുക്ക ധ്യാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പഠനകാലം ഞാൻ മനസ്സിലാക്കിയത്, അച്ഛൻ +2 കഴിഞ്ഞു,
അതിനുശേഷം BTech ചെയ്തു. അതിനുശേഷം ബോംബെ IIT-യിൽ MTech കഴിഞ്ഞു, പിന്നെ പഠിപ്പിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് അച്ഛൻ ഈ ഒരു വിളി തിരഞ്ഞെടുക്കാൻ, ഈ സന്യാസ പൗരോഹിത്യ വിളി തിരഞ്ഞെടുക്കാൻ കാരണം? എൻ്റെ ഈ ഒരു ബോംബെ MTech കാലത്തിന് മുൻപും പിൻപും ഞാൻ അധ്യാപകനായിരുന്നു. അപ്പോൾ MTech ചെയ്യാനായിട്ട് ബോംബെയിലെത്തിയ ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിതത്തിലെ ഒരു വലിയ ചോദ്യം ഇങ്ങനെ വന്നത്, ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഏതാണ്? അപ്പോൾ ആ ഒരു ചോദ്യത്തിന് അന്ന് എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നു. അത് ജീവിതം ദൈവത്തിന് വേണ്ടി തന്നെ കൊടുക്കുകയാണ്. ഒരു പുരോഹിതനായി ബലിയർപ്പിക്കാൻ സാധിക്കുന്നത്, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന, ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കുന്ന ആ ഒരു വിളിയാണ്, അതാണ് ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്നുള്ള ഒരു ഉറച്ച ബോധ്യം, ആ ഒരു ബോധ്യമാണ് ഈ ഒരു വിളിയിലേക്ക് വരാനുള്ള ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ്റെ ദൈവവിളിയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഞങ്ങൾക്ക് നൽകി. എനിക്കുള്ളൊരു ചോദ്യം ഇതാണ്, ഇത്രയും സന്യാസ സഭകളുള്ളപ്പോൾ എന്തുകൊണ്ട് ഈശോ സഭ എന്നുള്ള ഒരു ഇതിലേക്ക് അച്ഛൻ വരുന്നത്? MTech എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തി. ഒരു വർഷക്കാലം ഡിസേൺമെൻറ്റിന് വേണ്ടി തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം ഡിസേൺമെൻറ്റിന് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ പല സഭകളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സമയവും പല സഭകളിലുള്ള അച്ഛന്മാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ചില സഭകളിലൊക്കെ സമൂഹങ്ങളിലൊക്കെ അല്പനാൾ താമസിക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടി. അപ്പോൾ ഏറ്റവും അവസാനമാണ് ഈശോ സഭ എന്ന് പറയുന്നത് സഭയെക്കുറിച്ച് എൻ്റെ ഉള്ള ഒരു അറിവ് എൻ്റെ മുമ്പിലേക്ക് വന്നത്. ഇഗ്നേഷ്യസ് ലോയോളയെക്കുറിച്ചും ഫ്രാൻസിസ് സേവ്യറിനെക്കുറിച്ചും ഒക്കെ മുൻപേ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു സന്യാസ ജീവിതം ജീവിക്കുമ്പോൾ അല്ല സന്യാസ പൗരോഹിത്യം ജീവിക്കുമ്പോൾ ഈശോ സഭ എന്നുള്ളൊരു ചിന്ത അവസാനമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അന്ന് എൻ്റെ ഒരുപക്ഷെ ഒരു സ്വഭാവവുമായിട്ട് ചേർന്ന് പോകുന്നതും അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ദൈവം തോന്നിപ്പിച്ച ഒരു ആഗ്രഹവും അതിൽ ഈശോ സഭയിലുള്ള കുറച്ച് ഗുണങ്ങളും തമ്മിൽ ഒരു ചേർച്ചയും ഒക്കെ തോന്നി. ഒന്നാമതായി തന്നെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈശോ സഭ ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ വിശ്വാസത്തെ ഒരേ സമയം വളരെ ആഴത്തിൽ വിശ്വസ്തത പുലർത്തുകയും അത് ഓരോ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ അന്ന് ലോകത്തിന് വിശ്വാസം അവതരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ചിന്ത. രണ്ടാമത്തെ ഒരു കാര്യം, ഈശോ സഭയുടെ മുൻ ജനറലായിരുന്ന ഒരു പെദ്രോ അരൂപ്പെ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അപ്പോൾ അച്ഛൻ ഈ വൊക്കേഷൻസിനെ കുറിച്ചുള്ളൊരു പറയുമ്പോൾ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, കത്തോലിക്ക സഭയോട് അമ്മയെപ്പോലെ സ്നേഹം തോന്നുന്നില്ലെങ്കിൽ ഒരിക്കലും ഈശോസഭക്കാരനാകാൻ വരരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോസഭ ഒരു ആഗോള സഭയാണ്, 120ഓളം രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഒരു കത്തോലിക്ക സഭ സാർവത്രികമാണ്, ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു സഭയിൽ അംഗമാകണം എന്നുള്ളൊരു ശക്തമായ ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈശോസഭ അതിന് വളരെ യോജിച്ചതാണെന്ന് എനിക്ക് തോന്നി. ഇനിയും കാരണങ്ങളുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട ഈ 3 കാരണങ്ങളാണ് എന്നെ ഈശോസഭയിലേക്ക് പ്രത്യേകമായിട്ട് ആ കാലഘട്ടത്തിൽ ആകർഷിച്ചത്. അച്ഛനൊരു സന്യാസ വൈദികനായിട്ട്, ജസ്യൂട്ട് വൈദികനായിട്ട് അച്ഛൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ സന്യാസ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ പട്ടത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ധ്യാനഗുരു എനിക്കൊരു ചിന്ത തന്നു. അത് അമേരിക്കയിലുള്ള ഒരു ബിഷപ്പിൻ്റെ, ഒരു കെൻ ന്യൂട്ടനർ എന്ന് പറയുന്ന ഒരു ബിഷപ്പിൻ്റെ ചിന്തയാണ്. പ്രോഫിറ്റ്സ് ഓഫ് എ ഫ്യൂച്ചർ നോട്ട് ഓഫ് അവർ ഓൺ എന്ന് പറയുന്ന ഒരു ചിന്ത. അപ്പം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചം ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസ്റ്റർ ബിൽഡറാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആത്യന്തികമായ സ്വപ്നം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രപഞ്ചം എന്തിനാണ്, മനുഷ്യരുടെ ലോകത്തിന് എന്താണ് സംഭവിക്കുക എന്നുള്ള അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ദൈവത്തിൻ്റേത് എന്താണെന്ന് മനുഷ്യൻ അറിഞ്ഞുകൂടാ. അപ്പം ദൈവം മാസ്റ്റർ ബിൽഡറാണ്, പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വർക്കറാണ്. അപ്പോൾ മാസ്റ്റർ ബിൽഡിൻ്റെ അൾട്ടിമേറ്റ് സ്വപ്നം എന്താണെന്ന് അറിയാതെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സാണ് പുരോഹിതർ. അപ്പോൾ അത് വളരെയേറെ സന്തോഷം നൽകുന്ന, ഒത്തിരിയേറെ
ഉള്ളിൽ ഒത്തിരിയേറെ സന്തോഷം തോന്നുന്ന ഒരു ചിന്തയായിട്ട് എനിക്ക് തോന്നി. ഇനി വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ ഒരു 21-ാം നൂറ്റാണ്ടിലെ പൗരോഹിത്യം അല്ലെ സന്യാസ ജീവിതം എന്നതിനെക്കുറിച്ച് ഉള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ സന്ദേശം എപ്പോഴും ഒരു മേൽത്തരം വീഞ്ഞാണ്, ഒരു പുതിയ വീഞ്ഞാണ്. അപ്പോൾ ആ ഒരു സന്ദേശത്തെ എന്നും ഓരോ കാലത്തിന് അനുസൃതമായി കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ആ കാലത്തിൻ്റെ ഭാഷ, കാലത്തിൻ്റെ രീതി, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സന്ദേശത്തെ ഏറ്റവും നൂതനമായ ഒരു നവ്യമായ ഒരു സന്ദേശമാണ് എന്ന് അവതരിപ്പിക്കുക എന്നുള്ള ഒരു വിളി ഇന്നത്തെ കാലത്തെ, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൽ ഒത്തിരി പൗരോഹിത്യവും സന്യാസ ജീവിതവും ഒത്തിരിയേറെ പരിഹാസത്തിനും വെല്ലുവിളിക്കൊക്കെ വിധേയമാകുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരമൊരു വിളിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ചിന്തകളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി നമ്മുടെ ഒരു സർക്കിളിൽ ഒതുങ്ങി നിൽക്കാതെ ലോകം എന്താണ് ചിന്തിക്കുന്നത്, ലോകത്തിൻ്റെ ചിന്താഗതി എന്താണ്, അതിൻ്റെ ഡയറക്ഷൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി ഇന്നത്തെ കാലത്തിൻ്റെ ഭാഷയിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം അത് പുതിയൊരു സന്ദേശമാണ്, അല്ലെങ്കിൽ അതൊരു വളരെ ആഴമുള്ളൊരു സന്ദേശമാണ് എന്നുള്ളത് അറിയിക്കുക, ഇന്നത്തേതായ രീതിയിൽ അറിയിക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിളി 21-ാം നൂറ്റാണ്ടത്തിലെ പൗരോഹിത്യത്തിനും സന്യാസ ജീവിതത്തിനും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി സ്വയം നൽകുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നുള്ള ഒരു സ്വപ്നം ഈശോസഭ എന്നെ ഏത് മിനിസ്ട്രിയിലേക്കാണ് അയക്കുന്നതെങ്കിലും ആ ഒരു സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പഠിക്കാനൊക്കെ നമ്മൾ LKG ചേർത്ത് മുതൽ, സൺഡേ സ്കൂളിൽ ചേർത്ത് മുതൽ പുള്ളി തന്നെ പഠിച്ചോളൂ, നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. പഠിത്തം തുടങ്ങിയ മുതൽ പിന്നെ എപ്പോഴും ബൈബിൾ വായന എന്നുള്ളൊരു ശീലമാണ്. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ബൈബിൾ ഏത് നേരവും ബൈബിൾ രാത്രിയിലൊക്കെ ഇരുന്ന് ബൈബിൾ വായിക്കും. അതെപ്പോഴും ഒരു മാർക്കർ കാണും, അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത്. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് ബൈബിളായിരുന്നെന്നോ അതിനകത്ത് എന്തൊക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ നോക്കുന്നത്. അത് അങ്ങ് പാട്ടത്തിന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്നവരെയേ ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ബൈബിൾ ക്വിസിനൊക്കെ എപ്പോഴും ഫസ്റ്റ്, സൺഡേ സ്കൂളിൽ എപ്പോഴും ഫസ്റ്റ്, പിന്നെ പ്രസംഗത്തിനൊക്കെ ഫസ്റ്റ്, അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് പോയി. SLCക്ക് എനിക്ക് തോന്നുന്നു നെടുകുന്നം പഞ്ചായത്തിൽ ഫസ്റ്റായിരുന്നു. മേളിലോട്ടുള്ള പഠിത്തത്തിനും വളരെ എല്ലാത്തിനും ഫസ്റ്റ് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു. ഒരു വലിയ കോച്ചിങ്ങും ഒന്നും കൊടുത്തിട്ടില്ല, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സൺഡേ സ്കൂളിലാകട്ടെ, ഹൈസ്കൂള്, +2 എല്ലാം ഒരുമിച്ച് പഠിച്ച ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം റോജസ് ഒരു വൈദികനായി തീർന്നതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലാണ്. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതുപോലെ പഠിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു റോജസ്. ടീച്ചർമാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. ഞങ്ങളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ റോജസ് എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു റോജസ്. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഹോംവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ചെയ്യാതൊക്കെ പോകുമെങ്കിലും പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് റോജസിൻ്റെ അടുത്ത് പറയും, റോജസിനോട് ചോദിച്ച് റോജസ് അത് കൃത്യമായിട്ട് പറഞ്ഞു തരും, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിരുന്ന ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളാണ് റോജസ്. ഇത്രയും വയസ്സ് 10, 25, 26 എന്നാൽ ഒരു IIT MTech കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു വിവാഹം നടത്തണം, ആ ഒരു പ്ലാനായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ പലരും നമ്മളെ അറിയാവുന്ന അച്ഛന്മാർ വരെ ഓരോ പ്രപ്പോസൽ ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ എന്താ നമുക്കൊന്നും പഠിത്തം കഴിയട്ടെ എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനെന്നാൽ മോനോട് പറഞ്ഞു, IITയിലായിരിക്കും ബോംബെയിലായിരിക്കും മോനെ, ഇവിടുന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കല്യാണമൊക്കെ നമുക്ക് നോക്കണം, ഇനിയിപ്പോൾ നമുക്ക് വെച്ച് നീട്ടണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോടൊരു മറുപടിയും പറഞ്ഞില്ല. എൻ്റെ ചേച്ചി കന്യാസ്ത്രീയെ വിളിച്ച് അന്നേരം തന്നെ പറഞ്ഞു, മമ്മി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മമ്മിയോട് പറഞ്ഞാൽ ഞാൻ ആ ലൈനിലില്ല, ഞാൻ ഇതുപോലെ അച്ഛനാകാൻ പോകാമെന്ന് പറഞ്ഞു. ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു. എനിക്കതൊരു ഷോക്കായി. കാരണം ചേച്ചി പറഞ്ഞു കഴിഞ്ഞപ്പം ഒന്നും എനിക്ക് പറയാൻ തോന്നിയില്ല. ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ എനിക്കിതെങ്ങനെ ഡാഡിയോട് അവതരിപ്പിക്കും എന്നൊരു ഇതായിരുന്നു. ഞാൻ 2 ആഴ്ചക്കാലം ഞാൻ ആരോടും പറഞ്ഞില്ല, ഒരുത്തരോടും പറയാതെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുമ്പോൾ, അത് സിറ്റൗട്ടിലിരിക്കുമ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, എന്നോട് പിണങ്ങല്ലേ, സമാധാനത്തിൽ കേൾക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഈ ചെന്നതാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോൻ ഇതുപോലെ പട്ടത്തിന് പോകാനുള്ള ഒരുക്കത്തിലാന്ന് പറഞ്ഞു. അത് കേട്ടത് പുള്ളിക്ക് ഒത്തിരി വിഷമമായിപ്പോയി.
ആദ്യമായിട്ടൊരു വലിയ സങ്കടം തോന്നി. പാടെ 2 പിള്ളേരെ ഉള്ള ഒരാൾ ഇങ്ങനെ പോവുകയും ചെയ്തു, ഞങ്ങൾക്ക് പ്രായമായി വരിക. അപ്പം ആദ്യമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെ വളരെ സന്തോഷമായി. ഞങ്ങൾക്കൊരു ഏകാന്തത അനുഭവപ്പെട്ടു അത്രമാത്രം. എന്നാലിപ്പം വളരെയധികം സന്തോഷമാണ് എല്ലാം ഭംഗിയായിട്ട് നടന്നതിൽ. IIT ഒരു സ്കോളർഷിപ്പ് കിട്ടി ജർമ്മനിക്ക് പോയി 7 മാസം. അത് കഴിഞ്ഞ് വന്നേ ഉടനെ ഞാൻ ചോദിച്ചത് ഇതാണ്, മോനെ എന്നാ തീരുമാനിച്ചു ഭാവിയെക്കുറിച്ച്, അന്തസ്സിനെക്കുറിച്ച് എന്നാ തീരുമാനിച്ചു? അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ ജർമ്മനി കണ്ടാവണേ ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന അന്തസ്സ് മാറുമെന്നാണ് മമ്മി ഓർത്ത്. അത് ഞാൻ ഉറച്ച തീരുമാനം അതിനകത്ത് തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ അതങ്ങനെ. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മിക്ക് പെമ്മക്കളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ 2 വർഷം ജോലി ചെയ്ത് ഞാൻ അമ്മയ്ക്ക് പൈസയൊക്കെ തരാം, പെമ്മക്കളൊന്നും ഇല്ലല്ലോ, പിന്നെ എനിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതായത് കെട്ടിച്ച് വിടണമല്ലോ, ഒന്നിടത്ത് പൈസ ഇല്ലെന്നൊന്നും മമ്മി ഓർത്ത് വിഷമിക്കേണ്ടെന്നുള്ള ധാരണയില്ല പറഞ്ഞത്. അതൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാം, മമ്മിയെ ഞാൻ ഇനി നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല, എനിക്ക് വയസ്സ് ഇത്രയൊക്കെ ആയില്ല, ഞാൻ ഇനിയും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു, മോൻ എങ്ങോട്ടാണ് പോകുന്നത് അത് പറ. അപ്പോൾ ഞാനും തീരുമാനിച്ചിട്ടില്ല, ഞാനിങ്ങനെ പലരെ പലതും കണ്ടും കേട്ട് ഞാൻ ഒരു ഫൈനൽ ഇടാകുമ്പോൾ ഞാൻ മമ്മിയോട് പറയാമെന്ന് പറഞ്ഞു. അതേ രീതിയിൽ പിന്നെ CMI പോന്നു, നമ്മുടെ അച്ഛന്മാരെ നമ്മുടെ ഇടവക്കാരെ കാണുന്നു, ജെസ്യൂട്ടി പോന്നു, അങ്ങനെ എല്ലാം പോയി ചോദിച്ചു പറഞ്ഞു, മമ്മി ഞാനിത് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു, ഈശോ സഭ. പിന്നെ പതിയെ താമസമൊന്നും ഇല്ലായിരുന്നു, പിന്നെ അങ്ങ് പോകുമായിരുന്നു. കൊച്ചിൻ്റെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോയി. പിന്നെ പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്നാന്ന് അറിയത്തില്ല. വീട്ടിൽ ഞങ്ങളുകൊണ്ട് ആലുവായി കൊണ്ട് വിട്ടു, യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് വിട്ടത് ഞങ്ങൾക്കറിയാം. മുറ്റത്ത് വന്നപ്പോഴത്തേക്ക് അനിയൻ വിളിച്ചു, മമ്മി എവിടെയായി നിങ്ങൾ പോയി വന്ന മോനെ, മുറ്റത്തായത് ഇവൾ പരിക്കാത്ത ഞാൻ വീട്ടിലോട്ടൊന്ന് കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. വീട് തുറന്ന് പുറത്ത് കയറിയത് അറിയാം. പിന്നെ ഞങ്ങൾക്ക് ഒരു 1.5 വർഷത്തേക്ക് ഞങ്ങളെ നിയന്ത്രിക്കാൻ മേലാത്ത, എന്നും ഓർക്കാൻ മേലാത്ത ഒരു സംഭവമാണ്. പിന്നെ പതുക്കെ അത് മാറിയത്. പള്ളിയിൽ ചെന്ന് മുഴുവൻ ചെയ്യും, കുർബാനൊക്കെ ഞാൻ മറപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല, ഒന്നും വിഷമിച്ചില്ല. പക്ഷേ ഫുൾ ടൈം ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരുന്നു ഒരു 1.5 വർഷത്തേക്ക്. പിന്നെ അതങ്ങ് മാറി. അന്ന് പുത്തൻ കുർബാന അർപ്പിക്കുമ്പോൾ പട്ടം കിട്ടി, പിതാവ് മുടിയൊക്കെ മുറിച്ച് പട്ടം കിട്ടി ആ ലോകം കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ആടെ നോക്കി വെച്ച് പറഞ്ഞു, നമ്മുടെ മോന് പട്ടം കിട്ടി, ഞങ്ങളത് കണ്ടില്ലേ. അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം ഇതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യായിരുന്നു ഈ ഒരു 10 വർഷം. ആദ്യത്തെ ആ ബുദ്ധിമുട്ടെല്ലാം മാറി ഈ ഒരെണ്ണത്തിനായിട്ട് ഞങ്ങളെ കാത്തിരുന്നു. അത് ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ ഞങ്ങൾക്ക് അടുത്ത നിമിഷം മരിച്ചാലും വേണ്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു അന്നേരം അങ്ങനെ ഉണ്ടായിരുന്നത്. കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു, എങ്കിലും വളരെ സന്തോഷം തോന്നി. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അത്ഭുതങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാം ദൈവാനുഗ്രഹം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നെടുമണ്ണി ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൈവനിയോഗത്തിന് സാക്ഷിയായി നിൽക്കുന്ന ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ അച്ഛൻ്റെ ഒരു പട്ടത്തിന് വേണ്ടി എത്രമാത്രം ആത്മീയമായി ഭൗതികമായിട്ട് ഒരുങ്ങി ഇടവക എന്ന രീതിയിൽ? ഇടവക ആണ് ഈ പരിപാടി മുഴുവൻ നടത്തുക. സഭയ്ക്ക് കൊടുക്കുന്നത് ഇടവകയാണ്, ഇടവക വഴിയാണ്. അപ്പോൾ ഇടവകയിലെ എല്ലാവരും പങ്കുചേർന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് അവരുടെ പുത്രനെ പിതാവിന് സമർപ്പിക്കുന്നു, സഭയ്ക്കും സമർപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ നിയോഗം. അത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നടത്തി. അങ്ങനെയാണ് ആ ഒരു സങ്കല്പത്തിൻ്റെ പിന്നാമ്പുറത്താണ് കാര്യങ്ങളെല്ലാം നടന്നത്. വളരെ പക്വമായ ഒരു സമയത്തെടുത്ത ഒരു തീരുമാനം, അതിൻ്റെ പൂർത്തീകരണം ഇപ്പോൾ സംഭവിക്കുമ്പോൾ നമ്മുടെ അച്ഛനിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണെന്ന് അച്ഛനൊന്ന് പറയാം? ജസ്യൂട്ടുകളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഉന്നതമായ ചിന്തയും ലളിതമായ ജീവിതവും. അച്ഛനിവിടെ വന്നപ്പോഴും പറഞ്ഞ അച്ഛാ പട്ടം ലളിതമായിട്ട് നടത്തിത്തരണം, ലളിതമായി നടത്തിത്തരണം, ആഡംബരങ്ങളൊന്നും ഒഴിവാക്കണമെന്നില്ല, സാധിക്കുന്നിടത്തോളം. അത് മാത്രമേ എനിക്ക് അച്ഛനോട് പറയാനുള്ളൂ. അപ്പം അതാ ചിന്തയുടെ അസൽ ജസ്യൂട്ട് ചിന്തയുടെ ഒരു പതിപ്പാണ്. ഉന്നതമായ ചിന്ത, വളരെ ലളിതമായ ജീവിതം. അത് അച്ഛൻ ആദ്യമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു, അച്ഛനിൽ അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ്, സഭയ്ക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ദൈവത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാവിയെപ്പറ്റി നമുക്ക് കേൾക്കാം എന്നുള്ളത് തീർച്ചയാണ്. റോജസ് അച്ഛൻ്റെ തിരുപ്പട്ടത്തിലൂടെ ഇനി ഒരുപാട് ദൈവവിളികൾ ഉണ്ടാകാൻ ഈ ഇടവകയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അച്ഛാ.
വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ദൈവഹിതത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഒരു പുരോഹിതനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സ്വപ്നത്തിന് പൂർണ്ണമായും തലചായ്ച്ചു കൊടുക്കുക. ദൈവഹിതത്തിന് ആവുക എന്നതുകൊണ്ട് നമ്മൾ കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കാലത്തിൻ്റെ അടയാളങ്ങൾ ശ്രദ്ധിച്ച് കണ്ട് ദൈവാത്മാവിനോട് ആലോചന ചോദിച്ച് സത്യത്തിന് സാക്ഷികളായി ജീവിക്കുക. യേശു 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കുമായിരുന്നോ അതുപോലെ ജീവിക്കാനുള്ള ഒരു വിളിയാണ് ഓരോ പുരോഹിതനും ലഭിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.